സോ ഇന്ന് ഡെമോൺസ്ട്രേഷൻ്റെ ഫോർത്ത് ഡേ ആണ്. നമ്മൾ ആദ്യം സ്ട്രക്ചർ ഡിസൈൻ നോക്കി, പിന്നെ DBS നോക്കി, അത് കഴിഞ്ഞപ്പോൾ എസ്റ്റിമേഷൻ. അപ്പോൾ ഫൈനലി നമ്മൾ ERP ആണ് ഇന്ന് നോക്കുന്ന ടോപ്പിക്. ERPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്നാണ്. സോ ആ പേര് പറയുന്ന പോലെ തന്നെയാണ് ഇതിന്റെ പർപ്പസ്. അതായത് ഒരു എന്റർപ്രൈസിലുള്ള റിസോഴ്സസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. സോ ആ ടേമിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പ്രൊജക്ട് മാനേജ്മെന്റ് ഒരു കോർ ടോപ്പിക് ആണ്. നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ സൈറ്റിൽ ഒരു പ്രൊജക്ട് മാനേജ് ചെയ്യുക രണ്ട് രീതിയുണ്ട്. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്, അതായത് ഒരാള് അയാളുടെ ഓൺ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് പ്രൊജക്ട് മാനേജ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആണ് ERP എന്ന് പറയുന്നത്. പല കമ്പനീസിനും ERP അവൈലബിൾ ആണ്. ഞങ്ങളുടേത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഏരിയയിലാണ്. പിന്നെ ഇതിലൊരു ആഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ERPs ജസ്റ്റ് അക്കൗണ്ടിങ്ങും ബേസിക് കാര്യങ്ങളും അങ്ങനത്തെ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്, ഡോക്യുമെന്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാം. എന്നിട്ട് എങ്ങനെയാണ് ERPയുടെ മെയിൻ, എങ്ങനെയാണ് ഒരു പ്രൊജക്ട്, ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് പ്രൊജക്ട് റൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഒരു പ്രൊജക്ട് റൺ ചെയ്യാം, അതിന്റെ ഏറ്റവും മാക്സിമം എഫിഷ്യൻസിയിൽ, അക്യുറസിയിൽ, അല്ലെങ്കിൽ ഏറ്റവും സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂള് എന്ന രീതിയിൽ നിങ്ങൾ തന്നെ കണ്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എൻ്റെ സ്ക്രീനിൽ കാണുന്നത്, ഇപ്പൊ സ്ക്രീൻ ഷെയർ ആണ് ചെയ്തേക്കുന്നത്. സ്ക്രീൻ കാണാവോ? ഹലോ, സ്ക്രീൻ കാണാവോ? സ്ക്രീൻ കാണുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. ഹലോ ഹലോ, സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് കാണാവോ? ഓക്കെ, സോ ഇത് ERPയുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്ന ഒരു പേജ് ലിങ്ക് പോലെ തന്നെ ഇരിക്കുന്ന ഇതൊരു വെബ് പേജ് ആണ്. വെബ് പേജിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ ടൂൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ നമ്മൾ ഗൂഗിൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇതിനകത്ത് കുറെ ടൂൾസ് ആണുള്ളത്, അല്ലെങ്കിൽ ഓരോ മോഡ്യൂൾസ് ആണുള്ളത്. ഓരോ മോഡ്യൂളിലും പ്രൊജക്റ്റിനെ മാനേജ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പർപ്പസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് എനിക്കൊരു സൈറ്റ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആവുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിലൊരു ക്ലയന്റ് ഉണ്ടാവും. ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് ഒരു ആർക്കിടെക്ട് ഉണ്ടാവും, ഒരു എഞ്ചിനീയർ ഉണ്ടാവും, അതിൽ വർക്ക് ചെയ്യുന്ന മെയിൻ കോൺട്രാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സപ്പോസ് ഈ കോൺട്രാക്ടർ അവോർഡ് ചെയ്തിട്ടില്ല, അതിന് മുന്നുള്ള കേസാണ് ആ ക്ലയന്റ് ജസ്റ്റ് പ്രൊജക്ടിന്റെ സ്ട്രക്ചർ ഡിസൈനും ആർക്കിടെക്ചർ ഡിസൈനും മാത്രമേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ആ സ്റ്റേജിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന വെച്ചാൽ ആ ക്ലയന്റിന്റെ ഇൻഫർമേഷൻ നമ്മൾ ERPയിലേക്ക് ആഡ് ചെയ്യും. സോ അതിനാണ് നമ്മൾ ക്ലയന്റ് ടൈപ്പും ഡീറ്റെയിൽസും യൂസ് ചെയ്യുന്നത്. അതായത് ക്ലയന്റിന്റെ പേരും ഡീറ്റെയിൽസും നമ്മൾ സ്റ്റോർ ചെയ്യും. ക്ലയന്റ് ഒരു വെണ്ടർ ആണോ, കസ്റ്റമർ ആണോ, ആർക്കിടെക്ട് ആണോ, എഞ്ചിനീയർ ആണോ, ഏത് ഫീൽഡിലാണ് ക്ലയന്റ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാം. അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഒരു ആർക്കിടെക്റ്റിന്റെ ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളുടെ ലിസ്റ്റിൽ നിന്ന്, ക്ലയൻസ് ലിസ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാവുന്നതാണ് എളുപ്പമായിട്ട്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ERPയിൽ നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻ അറിയേണ്ടി വരാം? ആ പ്രൊജക്റ്റിന്റെ ക്ലയന്റ് ആരാണെന്നും, പ്രൊജക്റ്റിന് എത്ര ഏരിയ ഉണ്ടെന്നും, എത്രയാണ് ആ പ്രൊജക്റ്റിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് പെർ സ്ക്വയർ ഫീറ്റ്, പിന്നെ എത്ര ദിവസം കൊണ്ടാണ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതിൽ ലീഡ് ചെയ്യുന്ന എഞ്ചിനീയർ ആരാണ്, അതായത് ലീഡ് ചെയ്യുന്ന പ്രൊജക്ട് മാനേജർ ആരാണ്, സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിനീയർ ആരാണ്, പ്രൊജക്റ്റിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഓൺഗോയിങ് ആണോ, ഹോൾഡ് ആണോ, അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റസ് എന്നുള്ളതും, സൈറ്റിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നും, ഇത്രയും ബേസിക് ഡാറ്റയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. വൺസ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ അതിന്റെ എസ്റ്റിമേഷൻ എടുക്കുക എന്നുള്ളതാണ്. എസ്റ്റിമാക്സ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനാണ് നമുക്കിവിടെ അപ്ലോഡ് എസ്റ്റിമാക്സ് എന്നൊരു ടൂൾ ഉണ്ട്. ജസ്റ്റ് എസ്റ്റിമാക്സ് ചെയ്ത ഫയൽ നമ്മൾ ആ പേജിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതിന്റെ പർപ്പസ് രണ്ട് രീതിയിലേക്കാണ് പിന്നെ അത് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ എസ്റ്റിമേറ്റ് വെച്ചിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് കൺസെപ്ഷൻ, അതായത് സൈറ്റിലുള്ള പർച്ചേസും കൺസെപ്ഷനും മാനേജ് ചെയ്യാം. സെക്കൻഡ് പർപ്പസ് എന്ന് വെച്ചാൽ ഈ
വർക്ക് ഐറ്റംസ് ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ കോളം വർക്ക്, ബീമിന്റെ കൺസ്ട്രക്ഷൻ, ബ്രിക്ക് വർക്ക്, അങ്ങനെ അങ്ങനെ അതിനെ വർക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. സോ ഈ വർക്കുകൾ നമ്മൾ ടാസ്കുകളായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഓരോ ടാസ്കിന്റെ ബേസിസിലായിരിക്കും നമ്മൾ സൈറ്റിൽ വർക്കിനെ അറേഞ്ച് ചെയ്യാം. നമ്മൾ MSP അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ആക്ടിവിറ്റിയും ഇവന്റും ആയിട്ടൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യത്തില്ലേ? സെയിം വേ നമ്മൾ ഇവിടെ അതിനെ പ്രൊജക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നത് ലെവൽസ് ആയിട്ടും ലെവൽസിന് സബ് ഡിവൈഡ് ചെയ്യുന്നത് ടാസ്ക് ആയിട്ടുമാണ്. സോ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ലെവലായിട്ട് പല രീതി തിരിക്കാം. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ആണെങ്കിൽ അതിന്റെ ലെവൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫൗണ്ടേഷൻ ലെവൽ, അങ്ങനെ അതായത് 3D ലെവലിൽ ആലോചിക്കാം. ഫൗണ്ടേഷൻ പ്ലിന്തിന് താഴത്തേക്കുള്ള എല്ലാത്തിനും ഫൗണ്ടേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക, അതൊരു ലെവലായിട്ട് വെക്കാം. പ്ലിന്തിന് മേലെ തൊട്ട് അടുത്ത ഫ്ലോർ വരേക്കുള്ളത് ഒരു സ്റ്റോറി, അതൊരു ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ആ സ്റ്റോറി പണിത് തീർക്കുന്നവരേക്കും അതൊരു ലെവൽ, ഒരു ഗെയിം കളിക്കുന്ന പോലെ, അതായത് ആ ലെവൽ കഴിഞ്ഞാൽ അടുത്ത ലെവൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഫൗണ്ടേഷൻ പണിയാണ്ട് നിങ്ങൾക്ക് സൂപ്പർ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സൂപ്പർ സ്ട്രക്ചർ തന്നെ ഫസ്റ്റ് ഫ്ലോർ കഴിയാണ്ട് സെക്കൻഡ് ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഫ്ലോറിൽ ഏത് ആക്ടിവിറ്റി ആണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലായിട്ട് പാരലൽ റൺ ചെയ്യാൻ പറ്റുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്ലാനിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് കൂടുതലും വരാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനെ പ്രൊജക്ട് ലെവലായിട്ടും ലെവലിനകത്ത് ടാസ്കുകളായിട്ട്, അപ്പൊ ഒരു ലെവൽ എടുക്കുവാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ എടുക്കുവാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ അകത്ത് തന്നെ ആദ്യം കോളം, ബീം, സ്ലാബ്, അത് കഴിഞ്ഞ് ബ്രിക്ക് വർക്ക് കഴിയുമ്പോൾ അതിന്റെ പ്ലാസ്റ്ററിങ്ങും ഫിനിഷസും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയായിരിക്കും ആ ലെവലിനകത്തോ നടക്കുന്ന ഓരോ ടാസ്കുകൾ അല്ലെങ്കിൽ വർക്കുകൾ. ഈ ടാസ്കിന് തന്നെ നമുക്ക് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാം സബ് ടാസ്ക് ആയിട്ട്. അപ്പൊ അങ്ങനെ ഇത്രയാണ് ഇതിന്റെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ലെവല്, ടാസ്ക് എന്ന രീതിയിലാണ് നമ്മൾ പ്രൊജക്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ സൈറ്റിൽ ഇംപ്ലിമെന്റേഷൻ സൈഡ് നോക്കും. ആ ഐറ്റം അല്ലെങ്കിൽ വർക്ക് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും പ്രൊജക്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത്. ഇനി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗാന്റ് ചാർട്ട്. ഇത് ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗാന്റ് ചാർട്ട് അല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ ഒരു മോഡ്യൂൾ ഉണ്ട്. MSP പോലെ, പക്ഷെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനൊരു റീസെന്റ് പ്രോജക്റ്റിന്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു പ്രൊജക്റ്റിന്റെ ജസ്റ്റ് ഒരു പ്ലാനിങ് ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുകയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഇപ്പൊ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിങ് മോഡ്യൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം, ഈ മേളിൽ കണ്ടോ, ഇത് നമ്മളുടെ ഫുൾ പ്രൊജക്റ്റ് ആണ്, പ്രൊജക്റ്റിന്റെ പേരാണ്. അതിന്റെ സബായിട്ട് വരുന്ന ലെവലുകളാണ്. ലെവലിന് സബായിട്ട് ടാസ്ക്, ഇതാ ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ ഇതില് ഏത് ടാസ്ക് ആണ് ഓൺഗോയിങ് സൈറ്റിൽ നടക്കുന്നത് എന്നുള്ളതാണ് പച്ച കളറിൽ കാണിച്ചിരിക്കുന്നത്. തീർന്ന ടാസ്കുകൾ, അതായത് കംപ്ലീറ്റ് ആയ ടാസ്കുകളാണ് റെഡിൽ കാണിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഈ പച്ച കളറുടെ ടാസ്ക് തീർന്നു കഴിഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ടാസ്കുകളാണ് യെല്ലോയിൽ, അതായത് ഹോൾഡിലായിട്ടുള്ള ടാസ്കുകൾ. അത് ഓൺഗോയിങ് ആയിട്ടുള്ള ഹോൾഡ് ആണ്. സോ ഹോൾഡ്, ഓൺഗോയിങ്, ഫിനിഷ്ഡ്, ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ടാസ്കിന്റെ കറന്റ് സ്റ്റാറ്റസ് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്കിവിടെ കാണാം ഒരു ടാസ്ക് കഴിഞ്ഞ് അടുത്ത ടാസ്ക് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്ന ആരോസ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കളർ സ്കീം വെച്ച് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഈ സൺഡേസ് ആണ് ഇതിൽ ഈ ഡാർക്ക് ബ്ലൂ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. സൺഡേസ് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഈ ഡേയ്സും കൂടി കൗണ്ട് ചെയ്തിട്ടായിരിക്കും പ്ലാനിങ് ചെയ്യുന്നത്. അത് നമ്മൾ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോളിഡേയ്സ് സ്പെസിഫൈ ചെയ്യും. ആ സമയത്താണ് നമ്മൾ ഏതൊക്കെ ദിവസം അവധി എന്ന് പറയുന്നത്, ആ ദിവസങ്ങളൊന്നും ഈ പ്ലാനിങ്ങിന്റെ ഗാന്റ് ചാർട്ടിൽ നമുക്കത് ഇൻക്ലൂഡഡ് ആവത്തില്ല. ഓക്കെ, സോ ഇത് അതായത് സാറ് പറഞ്ഞ 6Dയുടെ 4th D ആണിത്. 3D കഴിഞ്ഞാൽ പിന്നെ ടൈം ആണ് വരുന്നത്. അപ്പൊ ടൈം എലമെന്റ് അല്ലെങ്കിൽ പ്ലാനിങ് എലമെന്റ് ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഏത് രീതിയിലെ പ്രൊജക്റ്റും ചെയ്യാം കേട്ടോ. ഇതിപ്പോ സൈഡ് പ്രൊജക്റ്റ് ആവണം എന്ന് ഒരു നിർബന്ധം ഇല്ല. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ഇംപ്ലിമെന്റേഷൻ പ്രോജക്റ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ സെയിം കിഡ്സിന് ക്ലാസ് എടുക്കുന്ന അത് ഒരു പ്രൊജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന്റെ ലെവൽസ് എന്തൊക്കെയായിരിക്കും? വേണമെങ്കിൽ നമുക്ക് ഓരോ മോഡ്യൂൾസ്, സോഫ്റ്റ്വെയർ മോഡ്യൂൾസിന് ഓരോ ലെവൽസ് ആയിട്ട് വെച്ചിട്ട് അതിന്റെ ടാസ്ക് എന്ന് പറയുന്നത് അതിന്റെ ടീച്ചിങ്, ആ സെഷൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, ക്ലാസ് ഓർഗനൈസ് ചെയ്യുന്നത്, അങ്ങനെ സബ് ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈവൻ നമുക്ക് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് മാത്രമല്ല എന്ത് പ്രൊജക്റ്റിനെയും നമുക്ക് ഇതുപോലെ ലെവൽ ആൻഡ് ടാസ്ക് എന്ന രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ട് വർക്കേഴ്സ് അല്ലെങ്കിൽ റിസോഴ്സസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പ്രൊജക്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞു, അതിന്റെ ക്വാണ്ടിറ്റി വെച്ച് കൺസെപ്ഷൻ എൻട്രി അല്ലെങ്കിൽ കൺസെപ്ഷൻ മാനേജ്മെന്റ് അല്ലെങ്കിൽ സൈറ്റിലെ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യാം. മെറ്റീരിയൽ ആവാം, മെൻ ആവാം, അല്ലെങ്കിൽ മെഷീനറി ആവാം. ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാം. അതിനുള്ള ടൂൾസ് ആണ് നമുക്ക് നെക്സ്റ്റ് താഴത്തേക്ക് വരുന്നത്.
അത് ഇൻവെന്ററിയിലാണ്. നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് ആയിട്ടാണ് അത് പറയുന്നത്. ഇൻവെന്ററി എന്ന് പറയുന്നത് നമ്മൾ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന റിക്വയർമെന്റ്സ്, അതായത് സൈറ്റിൽ എന്ത് ആവശ്യമുണ്ടോ അതിനൊരു ലിസ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സൈറ്റിൽ എഞ്ചിനീയർ ലിസ്റ്റ് ജനറേറ്റ് ചെയ്താൽ അത് പിന്നെ കൺസെപ്ഷൻ, അത് പിന്നെ പർച്ചേസ് ഓർഡറിലേക്ക് പോകും. സോ ലിസ്റ്റ് ജനറേറ്റ് ചെയ്ത് അവിടുന്ന് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള സീനിയർ എഞ്ചിനീയർ അത് ചെക്ക് ചെയ്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പർച്ചേസ് ഓർഡറിലേക്ക് പോകും. പർച്ചേസ് ഓർഡറിന്റെ സമയത്ത് നമ്മൾ ഈ ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 3-4 വെൻഡേഴ്സിന് അയച്ച് അവരുടെ നിന്ന് ബിഡ് വാങ്ങും. ബിഡ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓൺലൈൻ ബിഡ് ചെയ്യാം. അതായത് അവർക്ക് വാല്യൂസും അവരുടെ റേറ്റും കാര്യങ്ങളും നേരെ ഈ സോഫ്റ്റ്വെയർ തന്നെ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഗൂഗിൾ ഫോം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വെൻഡേഴ്സിന്റെ റേറ്റ് സോഫ്റ്റ്വെയർ തന്നെ അനലൈസ് ചെയ്ത് നമുക്കൊരു ഗ്രാഫ് തരും. ആ ഗ്രാഫ് നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ വെൻഡർ, അല്ലെങ്കിൽ ആരുടെയാണ് നമുക്ക് മെറ്റീരിയൽ എടുക്കുന്നത് കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുക എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്തിട്ട് എടുക്കാം. എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും അവരുടെ, അതുപോലെ തന്നെ അവരുടെ ട്രാക്ക് റെക്കോർഡ്, അതായത് നന്നായിട്ട് പ്രോപ്പറായിട്ട് പ്രൊഡക്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ബിഡ് ചെയ്യുന്നത് ഈ സബ് കോൺട്രാക്ട് ടെൻഡറിങ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് മാനേജ് ചെയ്യാം. ഓക്കെ, ഇൻവെന്ററിയിൽ നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ പർച്ചേസ് ഓർഡർ ഇപ്പൊ കൺഫേം ആയി, ആ ഒരു വെണ്ടർ നമ്മൾ സെലക്ട് ചെയ്തു, അയാൾക്ക് വർക്ക് കൊടുക്കുവാണ്. ഈ സാധനം സൈറ്റിൽ റിസീവ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് റിസോഴ്സസ് സൈറ്റിൽ റിസീവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സൈറ്റിൽ റിസീവ് ആയി എന്നുള്ളതിന്റെ തെളിവായിട്ട് ഒരു പർച്ചേസ് എൻട്രി ചെയ്യും. ഇത്ര ഐറ്റം നമുക്ക് ഇന്ന ദിവസം റിസീവ് ചെയ്തു, അതിന് ഇൻവോയ്സ് നമ്പർ ഇതാണ് എന്ന് പറഞ്ഞൊരു പർച്ചേസ് എൻട്രി ചെയ്യും. പിന്നെ വരുന്നത് സ്റ്റോക്ക് ട്രാൻസ്ഫർ, അതായത് ഒരു 10 വില്ലയുടെ ഒരു സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ വില്ലയ്ക്ക് വേണ്ടി മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വില്ലയിൽ ഇപ്പൊ സിമെന്റ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ അടുത്ത വില്ലയിൽ നമുക്ക് അത് ബോറോ ചെയ്യാം. ആ ബോറോയിങ് ഉള്ള അല്ലെങ്കിൽ ആ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ വരുന്നത്. പിന്നെ ആ സൈറ്റിൽ അല്ലെങ്കിൽ ടോട്ടലി നമുക്ക് എത്ര ഫിസിക്കൽ സ്റ്റോക്ക് ഉണ്ടെന്ന് നോക്കാനാണ് ഫിസിക്കൽ സ്റ്റോക്കിന്റെ രജിസ്റ്റർ വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്തപ്പോൾ എക്സസ് ആണ്, അത് നമുക്ക് അത്രയും വേണ്ടി വന്നില്ല, സോ നമ്മളത് റിട്ടേൺ ചെയ്യുവാണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എൻട്രി നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. സോ ബേസിക് നമ്മൾ ലോഗ് ബുക്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ചെയ്യാം. പിന്നെ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എഴുതി കുത്തി പ്രശ്നമാക്കണ്ട, ഈ ഫയലുകൾ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല, എല്ലാം സെർവർ ബേസിസ് ആണ്, അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഡാറ്റ ഇരിക്കും. ഓക്കെ, പിന്നെ ഏറ്റവും സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോൺസ് ഇല്ലേ, ഈ ഫോണിൽ ഒരു ആപ്പായിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ആപ്ലിക്കേഷനിൽ നമുക്ക് നേരെ സൈറ്റിൽ എൻട്രി ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഫീച്ചർ ഉണ്ട്, PM ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ. ഇത് ഓൺ ചെയ്ത് വെച്ചാൽ സൈറ്റ് എഞ്ചിനീയറിന് അവർക്ക് ആവശ്യമുള്ള 1-2 കാര്യങ്ങൾ, അതായത് റിസോഴ്സ് കൺസെപ്ഷൻ, പിന്നെ പർച്ചേസിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ മാത്രം കാണിച്ചുകൊണ്ട് ഒരു ഡാഷ്ബോർഡ് വരും. അവരുടെ മാത്രം പ്രൊജക്റ്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഒരു പേജ്. അങ്ങനെ ഇപ്പൊ അത് ഫോക്കസ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു മിനിറ്റ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഒരു PM ഡാഷ്ബോർഡ് ഉണ്ട്. ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് അതായത് ആവശ്യമുള്ള ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിന്റെ മാത്രം ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയാ. അത് ഓഫ് ചെയ്ത് വെച്ചാൽ ഫുൾ പ്രൊജക്ട് ആക്സസ് ആണ്. പിന്നെ ഈ സോഫ്റ്റ്വെയർസിൽ എല്ലാം നിങ്ങൾക്ക് ആക്സസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഓരോ ലെവൽ എംപ്ലോയി ലെവൽ അനുസരിച്ചായിരിക്കും ആക്സസ് കൊടുക്കുക. ഹയർ അതോറിറ്റീസിന് ഫുൾ ആക്സസ് ആയിരിക്കും. അത് കഴിഞ്ഞ് താഴത്തേക്ക് ഹയറാർക്കി അനുസരിച്ച് ആ ആക്സസ് ലെവൽസ് മാറി മാറി വരും. പ്രൊജക്ട് മാനേജേഴ്സിനായിരിക്കും പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മിക്ക കാര്യങ്ങൾക്കും ആക്സസ് വരാം. നിങ്ങൾക്ക് ഈ ERP യൂസ് ചെയ്യാനുള്ള ട്രയൽ ERP അല്ലെങ്കിൽ ട്രെയിനിങ് ERP പ്ലാറ്റ്ഫോം തരും. അത് വെച്ചിട്ട് നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് അതിനൊരു വൈവേ ഉണ്ടാവും. സോ ബാക്കി എല്ലാത്തിനും അസൈൻമെന്റ്സ് ആണ്. സ്ട്രക്ചർ ഡിസൈൻ ആയാലും എസ്റ്റിമേഷൻ ആയാലും BBS ആയാലും ഒപ്റ്റിമാക്സ് ആയാലും ഒക്കെ നമ്മൾക്ക് അതിനെല്ലാം അസൈൻമെന്റ്സ് ആയിരിക്കും വരുന്നത്. അതേസമയം ERPക്ക് ഒരു വൈവയാണ്, ലൈവ് വൈവേ ആയിരിക്കും. ഒരു 10 ക്വസ്റ്റ്യൻസിന്റെ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യും. അത് പോരാണ്ട് നമ്മൾ ലൈവ് വൈവ് വെച്ചിട്ട് നിങ്ങളെ പ്രൊജക്ട് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിൽ നിങ്ങൾ എന്തൊക്കെ ടാസ്കും ലെവലും ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ലൈവ് വൈവ്, നിങ്ങൾ ആ അസൈൻമെന്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടൊരു വൈവ ഉണ്ടാവും. ആ വൈവ പാസ്സായാലാണ് ERPയുടെ സർട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ മാനേജ്മെന്റ് സ്കില്ലാണ് അവിടെ അനലൈസ് ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ല. അതുകൊണ്ടാണ് അതിനൊരു വൈവേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പ്രൊജക്ടിന്റെ കാര്യത്തിൽ പറഞ്ഞു, ക്വാണ്ടിറ്റി എടുത്ത് എസ്റ്റിമേഷൻ ചെയ്യും. ആ എസ്റ്റിമേഷനിൽ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റി, അതായത് ഇൻവെന്ററി മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞു, പ്ലാനിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇതല്ലാണ്ട് കുറച്ച് ഓപ്ഷൻസും മോഡ്യൂൾസും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്.
ഞാൻ ഒന്ന് പറഞ്ഞത് ടെൻഡറിങ് ആണ്. ഇതല്ലാതെ ക്വാളിറ്റി. സൈറ്റിൽ വർക്ക് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. അതിന് ഒരു 10-20 വർഷം ലൈഫ് ഉണ്ടാവും. ആ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ നിന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളൊരു പ്രൊജക്ട് ചെയ്തു നാളെ അഭിമാനത്തോട് പറയണമെങ്കിൽ ആ പ്രൊജക്ട് ഇന്നും നിൽക്കണം. അല്ലെ അതിനൊരു കേടുപാടും ഇല്ലാണ്ട് ഒരു കംപ്ലൈൻസ് ഇല്ലാണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അതുകൊണ്ടൊരു സക്സസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റിൽ ക്വാളിറ്റി കൺട്രോൾ ഫോംസ് യൂസ് ചെയ്യും. ഇത് ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതല്ല. എല്ലാ വലിയ മേജർ കമ്പനീസും ക്വാളിറ്റി കൺട്രോൾ ഫോംസ് വെച്ച് അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റുകൾ വെച്ചിട്ടായിരിക്കും പ്രോജക്ട്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് വേറെ ഒന്നിനല്ല. ചില കാര്യങ്ങൾ ഫ്രഷേഴ്സ് ആയിരിക്കാം, അവിടുത്തെ സൈഡിൽ നിൽക്കുന്ന എഞ്ചിനീയേഴ്സ് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അങ്ങനെയുള്ള കേസുകളിൽ പല കാര്യങ്ങളും മറന്നുപോകും. ഇപ്പൊ ക്യൂറിങ് എത്ര ദിവസം ചെയ്യണം എന്നുള്ളത് മറന്നുപോകും. ചിലപ്പോൾ വൈബ്രേറ്റർ ഫോം ഇപ്പൊ കോൺട്രാക്ട് ഉണ്ട്, അതിന് വൈബ്രേറ്റർ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അതിന് പവർ ബാക്കപ്പ് വൈബ്രേറ്ററിനുള്ള പവർ ബാക്കപ്പ് വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസും ഉണ്ട്. അതൊക്കെ ബിഫോർ ഹാൻഡ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ഒരു ചെക്ക് ലിസ്റ്റ് കൊടുക്കും. ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ കുറെ ക്വസ്റ്റ്യനേഴ്സ് ആണ്. അവർ യെസ് ഓർ നോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയോ എന്ന് നോക്കാൻ പറ്റും. അപ്പൊ ആ ക്വസ്റ്റ്യനർ വെച്ചിട്ടാണ് നമ്മൾ അവരുടെ ക്വസ്റ്റ്യനർ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഹയർ അതോറിറ്റിക്ക് ഒരു മെസ്സേജ് പോകും, ഇങ്ങനൊരു ക്വസ്റ്റ്യനർ ഫില്ല് ആയിട്ടുണ്ട്. അവർ റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും കോൺക്രീറ്റ് പ്രൊസീഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടുക നമുക്ക്. അങ്ങനെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം. അതായത് സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളുടെ ക്വാളിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. സോ വൺസ് ഒരു QC ഫോം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. നാളെ സൈറ്റിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഉറപ്പായിട്ട് ഈ QC ഫോം ചെക്ക് ചെയ്യും. അപ്പൊ അതിനകത്ത് അന്ന് എൻ്റർ ചെയ്ത അനുസരിച്ചുള്ള കാര്യത്തിന് കോൺഫ്ലിക്റ്റിംഗ് ആണ് സൈറ്റിൽ നടന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ എഞ്ചിനീയർ സൈറ്റിലുണ്ടായിരുന്ന എഞ്ചിനീയർ അതിന് അക്കൗണ്ടബിൾ ആണ്. അതിൽ വരുന്ന എല്ലാ എന്താ അതിന് കൊടുക്കേണ്ടി വരുന്ന ഫൈൻ ആ എഞ്ചിനീയറിന്റെ ലൈക്ക് ആ എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. ഓക്കെ, സോ അത് കുറച്ചും കൂടിയൊക്കെ എന്താ പറയാ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് സൈറ്റിൽ നടക്കും എന്നുള്ളതിനെ എൻഷുർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്ന അക്കൗണ്ട്സ്, അസറ്റ് മാനേജ്മെന്റ് അങ്ങനത്തെ മോഡ്യൂൾസ് ആണ്. ഇതിലെല്ലാം ഒന്നും നിങ്ങൾക്ക് പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മോഡ്യൂൾസ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഇത് കൂടാണ്ട് സോയിൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന ജിയോടെക്കിന്റെ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. സോയിൽ റിപ്പോർട്ട്സ്, പയൽ റിപ്പോർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എഞ്ചിനീയറിംഗിന്റെ കുറച്ച് മോഡ്യൂൾസും ഉണ്ട്. SEBR, മിക്സ് ഡിസൈൻ, സ്ലോ കോട്ടിങ്ങിന്റെ ഡിസൈൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വേറെയും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്ട് മാനേജ്മെന്റിന്റെ മോഡ്യൂൾസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുക. പക്ഷെ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇതൊന്നും തുറന്നു നോക്കാൻ പാടില്ല എന്നല്ല, നിങ്ങൾക്ക് ഫുൾ ആക്സസ് ആയിരിക്കും തരുന്നത്. ഇതിലെല്ലാ മോഡ്യൂൾസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാം, എല്ലാം നിങ്ങൾക്ക് എൻട്രി ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അത് കുറെ റിപ്പോർട്ട്സും ഉണ്ട്. റിപ്പോർട്ട്സിനെല്ലാം മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എപ്പോൾ വന്നിട്ട് ഒരു പ്രോജക്റ്റ് റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഓൺ സ്പോട്ട് ചെയ്യാൻ ഈ റിപ്പോർട്ട്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ എനിക്ക് ഒരു പ്രൊജക്റ്റിന്റെ അകത്ത് ഇപ്പോൾ സ്റ്റോക്ക് എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ നേരെ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇൻവെന്ററിന്റെ അകത്ത് സ്റ്റോക്ക് രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ ആ പ്രൊജക്റ്റിൽ കറന്റ് സ്റ്റോക്ക് ഇത്രയാണ്, പർച്ചേസ് ഓർഡർ സാങ്ഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് സ്റ്റോക്ക് രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ മതി. സോ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടാവും നെഗറ്റീവ് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് ഏറ്റവും ലോയിൽ കിടക്കുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്. അപ്പൊ അത് വെച്ച് എനിക്ക് റിക്വയർമെന്റ് ലിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്താൽ ഓൺ സ്പോട്ട് സാങ്ഷൻ ചെയ്യാൻ പറ്റും. സെയിം വേ ഒരു എംപ്ലോയിക്ക് ലീവ് അപ്ലൈ ചെയ്തു. സോ ആ ആൾക്ക് എത്ര വർക്ക് ഈ മാസം എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്, ഇസ് ഹി എലിജിബിൾ ഫോർ എ ലീവ് എന്ന രീതിയിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വർക്ക് ഫ്ലോ റിപ്പോർട്ട് എടുത്ത് വെക്കാം. സെയിം വേ അവരുടെ സാലറി ബില്ല് ചെയ്യണം. അയാൾ ഈ മാസം ഏതൊക്കെ പ്രൊജക്ട്സിൽ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു നോക്കിയിട്ട് എനിക്ക് വർക്ക് ഫ്ലോ റിപ്പോർട്ട് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിന്റെ ബേസിൽ സാലറി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ മാനുവലി ചെയ്യേണ്ട അതിന്റെ ആവശ്യമില്ല, കാരണം അക്കൗണ്ട്സിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഈവൻ നമ്മളുടെ HR സാലറി ഡീറ്റെയിൽസ് കാണിക്കും. അപ്പൊ ഏത് മാസത്തെയാണ് സാലറി നമുക്ക് അറിയേണ്ടത്, അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് നമുക്ക് ഓരോ എംപ്ലോയീസിനും അവരവരുടെ സാലറി ഡീറ്റെയിൽസിനുള്ള ആക്സസ് ഉണ്ടാവും. ഹയർ അതോറിറ്റീസിനാണെങ്കിൽ എല്ലാ എംപ്ലോയിന്റെയും സാലറി കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ കുറെ റിപ്പോർട്ട്സും ഉണ്ട്. ഈ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണ്. ഓരോ പ്രൊജക്ട്സും ചെയ്ത് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട്സ് വിസിബിൾ ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട്സ് എല്ലാം എംപ്റ്റി ആയിരിക്കും. സോ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഓരോന്നും എടുക്കുന്നത്. ഈ റിപ്പോർട്ട്സ് ഒക്കെ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇത് യൂസ് ചെയ്യണമെന്നൊക്കെ ഉള്ളതെല്ലാം പഠിപ്പിക്കും. ഓക്കെ, സോ ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നമുക്ക് ഈ ERP-നെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ഹോം പേജിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല, അതൊന്ന് ജസ്റ്റ് കാണിക്കാം. നമുക്കിവിടെ 2-3 ERPs ഉണ്ട്. ഒന്ന് V2 ആണ്,
അത് നമ്മളെ എംപ്ലോയീസ് കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മളെ വർക്ക് ഫ്ലോ എൻട്രിക്കും ബാക്കി കാര്യങ്ങളും ഇന്റേണൽ കമ്പനി അഫയേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് PMC ആണ്, അതായത് പ്രൊജക്ട് മാനേജ്മെന്റ് മാത്രം വെച്ചേക്കുന്ന ഒരു ERP ആണ്. സോ നമ്മൾ യൂഷ്വലി സൈറ്റ് റിലേറ്റഡ് എല്ലാ പ്രോജക്ട്സും അതിലാണ് മാനേജ് ചെയ്യാറ്. പിന്നെ തേർഡ് വൺ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന ഒരു ERP ഉണ്ട്. ജസ്റ്റ് ട്രെയിനീസിന് വേണ്ടിയിട്ടുള്ള ഒരു ERP. ആ പേജായിട്ട് നമുക്ക് ഈ പേജസിനൊന്നും കണക്ഷൻ ഉണ്ടാവില്ല. അതിൽ ഇൻഫർമേഷൻ സെപ്പറേറ്റ് ആയിരിക്കും, കമ്പനിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, ഇത് ബേസിക് പേജ് ആണ്. നമുക്ക് ഇതിലിപ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു എംപ്ലോയിക്ക് ബേസിക് അയാളുടെ കാര്യങ്ങൾ കീപ്പ് അപ്പ് ചെയ്യാൻ ഒരു ടാസ്ക് ഇൻഫോ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ജോലിക്ക് കയറിയപ്പോൾ ആദ്യം ഈ ടാസ്ക് ഇൻഫോ എടുത്ത് എന്റെ പ്രോജക്ട്സ് സർഫ് ചെയ്യും. എന്റെ പ്രൊജക്ട് ലിസ്റ്റ് ആണ് ഈ കാണുന്നത്. ഇതിൽ ഈ പ്രൊജക്ട്സിൽ ഓൺഗോയിങ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ആണ് ഈ കാണിക്കുന്നത്. ഹോൾഡും കംപ്ലീറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഇതിൽ കാണിക്കത്തില്ല. ഓൺഗോയിങ് ഉള്ള പ്രൊജക്ട്സിൽ ഏതൊക്കെ വർക്കുകൾ, ലെവൽ ഏതാണ്, ടാസ്ക് ഏതാണ്, ഞാൻ എന്തിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ഡിസൈഡ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാം. സോ അന്നത്തെ എന്റെ വർക്കിംഗ് അജണ്ട അവിടെ ഫിക്സ് ചെയ്തു. അപ്പൊ അതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇന്ന് ഞാൻ ലീവിലാണോ, അങ്ങനെ ബ്രേക്ക് കൊടുത്തിട്ടുണ്ടോ, ഇപ്പൊ ഞങ്ങൾക്ക് ലീവ് മാത്രമല്ല ബ്രേക്ക് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഒരു 1.5 ലീവ് നിങ്ങൾ ട്രെയിനി ആയിരിക്കും എടുക്കാൻ പറ്റും പെർ മന്ത്. അതുപോലെ ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് 2.5 ലീവ്, അതിൽ കൂടുതലൊക്കെ സാങ്ഷൻ ആവും. വിത്തൗട്ട് പേയ്മെന്റ് കട്ടിങ് ഇല്ലാതെ നമുക്ക് കിട്ടുന്ന ലീവാണ് 1.5, 2.5. അത് കഴിഞ്ഞാൽ പിന്നെ പേയ്മെന്റ് കട്ട് ചെയ്തിട്ടുള്ള ലീവുകളാണ് കേട്ടോ. അത് കൂടാണ്ട് ഹോളിഡേയ്സും നമുക്ക് ലീവ് കിട്ടും. ഇതെല്ലാം മാറ്റി വെച്ച് നമുക്ക് ബ്രേക്ക് എടുക്കാം. അതായത് ഒരു ദിവസം എനിക്ക് വേണമെങ്കിൽ ഒരു മാസം മാക്സിമം ഒരു 8-10 മണിക്കൂർ വരെയൊക്കെ എനിക്ക് ബ്രേക്ക് എടുക്കാം. സോ ഒരു ദിവസം എനിക്ക് അത്യാവശ്യം ഒന്ന് ബാങ്കിൽ പോകണമെങ്കിൽ ലീവ് അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പോവാം. അത് 2 മണിക്കൂറാണ് മാക്സിമം ബ്രേക്ക് അവേഴ്സ് എന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന വേറൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നത് കാണിക്കാൻ വേണ്ടി പറയുവാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ആൾക്കാരും അവരവരുടെ പ്രോജക്ട്സും ലീഡും ഒക്കെ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. പിന്നെ നെക്സ്റ്റ് ടാസ്ക് പ്രയോറിറ്റി ഷെഡ്യൂൾ. ഓരോ എഞ്ചിനീയേഴ്സും അവരുടെ ടാസ്ക് പ്രയോറിറ്റി ഷെഡ്യൂൾ ചെയ്തേക്കുന്ന വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും അന്ന് ആ ആള് എന്തൊക്കെയാണ് പ്രയോറിറ്റി വർക്ക് ചെയ്യുന്നത്, അയാളുടെ പ്രയോറിറ്റി വർക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് കറന്റ് അവർക്ക് ലീവ് ആയിരുന്നു, അതുകൊണ്ട് അവരെ കാണിക്കാതെ. സോ മെറിന്റെ ടാസ്ക് പ്രയോറിറ്റി ഇതൊക്കെയാണ്. സോ ആളിന്ന് ഈ കാര്യങ്ങളിലേക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആള് ഫ്രീ ആണോ, ആൾക്ക് വേറെ വർക്ക് കൊടുക്കാവോ എന്ന് എനിക്ക് അത് വെച്ച് ഡിസൈഡ് ചെയ്യാം. പിന്നെ ചില ഇമ്പോർട്ടൻറ്റ് പ്രോജക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഹയർ എഞ്ചിനീയേഴ്സിന് പറയാൻ പറ്റണം ഇന്ന പ്രോജക്റ്റിന് ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കണം, അത് മാത്രം ആദ്യം ചെയ്യണം, അത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത പ്രോജക്റ്റിലേക്ക് പോവാവൂ എന്ന് പറയണമെങ്കിൽ അവർക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന്റെ ഷെഡ്യൂൾ അറിയണം. സോ അതിനു വേണ്ടിയിട്ടാണ് ടാസ്ക് പ്രയോറിറ്റിയും ഷെഡ്യൂളും അറ്റൻഡൻസും ഒക്കെ കീപ്പ് ചെയ്തേക്കുന്നത്. സെയിം വേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബ്രേക്ക് എടുക്കുന്നത് അതിനാണ് മെസ്സേജസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇതിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പേഴ്സണൽ ആയിരിക്കാം, മെഡിക്കൽ ആയിരിക്കാം, സൈറ്റിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് കൊണ്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഫിൽ ചെയ്തിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ആ മാസം നിങ്ങൾക്ക് കിട്ടിയ അലവൻസ് ഇൻഡക്ഷൻസ് ഫോളോ അപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ക്ലയൻസിന്റെ ലിസ്റ്റ്, ടിക്കറ്റ്സ്. ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാലേ നമുക്കിപ്പോ ഒരാളോട് ഡൗട്ട് ചോദിക്കണം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് ചോദിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു വെക്കും. ഇതല്ലാണ്ട് ടിക്കറ്റ്സ് വെച്ച് ചോദിക്കാം. ടിക്കറ്റ്സ് വെച്ച് ചോദിക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മെസ്സേജ് ചെയ്യുന്നത് അയാൾക്കൊരു മെയിൽ പോകും, അയാൾക്ക് ഇൻഫർമേഷൻ മെസ്സേജസ് വരും. ഇയാൾ ERP എടുക്കുമ്പോൾ അയാൾക്ക് മെയിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ് തിങ് സെയിം ഡൗട്ട് അടുത്തൊരാൾക്ക് വരുന്നുണ്ടെങ്കിൽ അതേ സീനിയർ വീണ്ടും ആ ആൻസർ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ആ ടിക്കറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സീനിയർ അന്ന് കൊടുത്ത ആൻസർ എന്താണെന്ന് നമുക്ക് കാണാനും പറ്റും. അവർക്ക് പിന്നെ അത് ചോദിച്ച സമയം കളയണ്ട. അതൊരു കാര്യം. പിന്നെ സോഫ്റ്റ്വെയറിൽ നമുക്കൊരു എറർ വന്നു, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തെടുക്കുന്നത് ടിക്കറ്റ്സ് ആണ്. എന്തെങ്കിലും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കൊണ്ടുവരണം, അങ്ങനെ സജഷൻസ് നമുക്ക് ഈ ടിക്കറ്റ്സ് വെച്ചിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ആക്റ്റീവ് ആയിട്ടുള്ള കൊട്ടേഷൻസ്, എന്തൊക്കെ കൊട്ടേഷൻസ് പെൻഡിങ് ഉണ്ട്, മെയില് നമ്മളുടെ ഒഫീഷ്യൽ മെയിൽ ID ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഡെയിലി മെയിൽസ് വരുന്നത് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ERP-യിൽ ചെയ്തിട്ടുണ്ട്. നോർമൽ എല്ലാ ERPസിലും ചെയ്യുന്ന ബേസിക് കാര്യങ്ങളാണ് ഇത്. ഇതല്ലാണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള മോഡ്യൂൾസ്, സ്ഥിരം ഉപയോഗിക്കുന്ന മോഡ്യൂൾസ് ഇവിടെ ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ അല്ലാണ്ട് വരുന്ന മോഡ്യൂൾസിനെ കുറിച്ച് ഞാൻ ഇവിടെ കാണിച്ചു തന്നെ. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൺലൈൻ ആണെന്ന് കാണിക്കുക, എനിക്കിത് ഓഫ്ലൈൻ ആക്കി ഞാൻ വർക്കിംഗ് അല്ല എന്ന് കാണിക്കുക. അപ്പോൾ ഞാൻ ഓഫ്ലൈൻ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവൈലബിൾ അല്ല. അതുപോലെ ബ്രേക്ക് എടുക്കുന്ന ദിവസം, ലീവ് അപ്ലൈ ചെയ്യുന്ന ദിവസം ഇത് ഓഫ്ലൈൻ സ്റ്റാറ്റസിലായിരിക്കും. ഇനി ഇതല്ലാണ്ട് നമുക്ക് സെറ്റിംഗ്സിൽ ലോഗ് ഔട്ട് ചെയ്യാം, ഡാഷ്ബോർഡ് വെക്കാം, അങ്ങനെ കുറച്ച് സെറ്റിംഗ്സ് വേറെയും ഉണ്ട്.
അപ്പോൾ പൊതുവെ ERP എന്ന് പറയുന്നത് നമ്മൾ പേഴ്സണലി എംപ്ലോയീനെ മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ പ്രൊജക്ട്സ് മാനേജ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. ഓരോ ERPയും ഡിഫറെൻ്റ് ആണ്. പക്ഷെ വർക്ക് ചെയ്യുന്നത് അത് ലൈക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഗൂഗിളൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഒരു സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പഠിക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ ഇത് എളുപ്പമാണ്. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാനിങ് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ടൂളുകളൊന്നും അല്ല, അത്യാവശ്യം സിമ്പിൾ ആക്കിയിട്ടാണ് മിക്ക കാര്യങ്ങളും വെച്ചേക്കുന്നത്. പിന്നെ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സോ പ്രൊജക്ട് മാനേജ്മെന്റ് ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് ERP നോളജ് നല്ലതാണ്. ഇപ്പോ മിക്ക കമ്പനീസും ERP യൂസ് ചെയ്യുന്നുണ്ട്. ആ കമ്പനീസ് എല്ലാം ലൈക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ശോഭ ബിൽഡേഴ്സ് ഞങ്ങളുടെ കറന്റ് ക്ലയന്റ്. അവർ ERP അല്ല കേട്ടോ, സോറി, ശോഭ അല്ല, ക്ലാസിക് ബിൽഡേഴ്സ് ഞങ്ങളുടെ ERP ക്ലയന്റ് ആണ്. സോ അവരും ഒരു ERP പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ട് അവരത് യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർലി ശോഭ ബിൽഡേഴ്സ് ഞങ്ങൾ ആഡ്സ് പ്രോന്റെ ക്ലയന്റാ. അവര് ആഡ്സ് പ്രോ അതിന്റെ മോഡ്യൂൾസും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് സോഫ്റ്റ്വെയർസിന് ഓൾറെഡി കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇനി ഒരു പണ്ട് നോക്കുവാണെങ്കിൽ ഓട്ടോകാഡ് ആർക്കും പരിചയമില്ലാത്തൊരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ആ കേസ് ഇപ്പൊ മൊത്തം മാറി. എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ഡ്രാഫ്റ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓട്ടോകാഡാണ്. അതുപോലെയാണ് സോഫ്റ്റ്വെയർസ് ഇന്നിപ്പോ നമുക്ക് ചിലപ്പോ അത് ഭയങ്കര ഫേമസ് ആയിരിക്കില്ല. പക്ഷെ വൺസ് അതിന്റെ ആപ്ലിക്കേഷൻസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും വേൾഡ് വൈഡ് ഇതിന് ആക്സെപ്റ്റൻസ് വരും. നമുക്ക് പല ക്ലയൻസും ഉണ്ട്, അബ്രോഡ് നിന്നും ക്ലയൻസും ഉണ്ട്, ഇവിടെ വിതിൻ ഇന്ത്യയും കേരളയും ക്ലയൻസും ഉണ്ട്, ഒറീസ, പിന്നെ നമുക്ക് ആസാമിലെ ക്ലയൻസും ഉണ്ട്, പിന്നെ ബാംഗ്ലൂരിലുണ്ട്. അങ്ങനെ അങ്ങനെ പല പല ഏരിയയിൽ നിന്നും ക്ലയൻസ് വരുന്നുണ്ട്, അവർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേൾഡ് ഓൾ ഇന്ത്യ ബേസിസിൽ അൾട്രാടെക്കിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ക്ലയൻസും ഉണ്ട്. നിങ്ങൾക്ക് ഇവരായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടും. ഇത് പ്രൊമോഷൻ ആയിട്ട് പറയുന്നില്ല കേട്ടോ, സോറി. അങ്ങനെ കരുതണ്ട. ഇത് ആ ലെവൽ എക്സ്പോഷർ ആണ് നമുക്ക് ഈ സോഫ്റ്റ്വെയർസിനുള്ളത്. സോ ഈ സോഫ്റ്റ്വെയർസ് പഠിക്കുന്ന ഒരു നഷ്ടമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇതിന് സിമിലർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ചിലപ്പോൾ നിങ്ങൾ ഭാവിയിൽ ഉപയോഗിച്ചെന്ന് വരാം. ഓക്കെ. പിന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്പീഡ് കിട്ടാനാണ്. നമുക്കൊരു വർക്ക് 2 ദിവസം കൊണ്ട് ചെയ്യുന്നതിന് പകരം ഒരു 5-6 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റണം. അതാണ് നമ്മളുടെ എയിം. അത്രയും കപ്പാസിറ്റി വരും. ഇപ്പൊ ഒരാൾക്ക് അറ്റ് എ ടൈം പണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ ഇപ്പോ കറന്റ്ലി ഒരാൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് 5, 6, 7, 8 പ്രൊജക്ട്സ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അത് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച് വേരി ചെയ്യും. എന്തായാലും സ്മൂത്ത് ആയിട്ട് 1-2 പ്രൊജക്ട്സ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആൾക്ക് മാത്രമേ പ്രൊജക്ട് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മിത്ത് ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഈവൻ ഫ്രഷേഴ്സിന് സൈറ്റിൽ പോയിട്ട് സിമ്പിൾ ആയിട്ട് പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനുള്ള ഗൈഡൻസും ഫുള്ളായിട്ട് ഉള്ള സപ്പോർട്ടും ERP വെച്ചിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. സാർ അന്ന് ഫസ്റ്റ് ഡേ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഫ്രഷേഴ്സിനെയാണ് കൂടുതലും സൈറ്റിലേക്ക് വിടുന്നത്. അവർക്ക് 0 എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അവർ ടെക്നിക്കൽ നോളജ് സ്ട്രോങ് ആണ്. ആ ടെക്നിക്കൽ നോളജിനെ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സീനിയേഴ്സ് ഓഫീസിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതും പ്ലസ് നമ്മൾ ഈ ERP വെച്ചിട്ട് അത് മാനേജ് ചെയ്യുന്നത്. ഓക്കെ. സോ ഞാൻ കാര്യങ്ങൾ ക്ലിയർ ആക്കിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ആക്ച്വലി നമുക്ക് ഇനി ഒരു ചെറിയ മോഡ്യൂളും കൂടി ഉണ്ട്, ഓപ്റ്റമാക്സ് എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് എടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും മതി. അല്ലെങ്കിൽ നമുക്ക് അതൊരു സെഷനായിട്ട് വെക്കണമെങ്കിൽ ഒരു 10 മിനിറ്റിൽ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. ഒപ്റ്റിമാക്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞേക്കാം. ഒപ്റ്റിമാക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മെയിൻലി ഒരു കമ്പ്യൂട്ടേഷൻ ലൈക്ക് അതായത് നമ്മൾ പെർമിറ്റേഷൻ കോമ്പിനേഷൻ എന്ന് പറയത്തില്ലേ, ആ രീതിയിൽ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീലിന്റെ വേസ്റ്റേജ് കുറയ്ക്കാനാണ്. അപ്പൊ കട്ടിങ് വേസ്റ്റേജ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റീലിൽ വരാറ്. പർച്ചേസ് ടൈമിലും അല്ല, ബെൻഡിങ് ടൈമിലും അല്ല, കട്ടിങ് ടൈമിലാണ് വേസ്റ്റ് ആയി പോകുന്നത്. ശരിക്കും പ്ലാൻ ചെയ്ത് കട്ട് ചെയ്തില്ലെങ്കിൽ ബാറിന്റെ വേസ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പൊ സപ്പോസ് നമുക്ക് 3 പീസ് ബാർ വേണം, ഒരു 3 മീറ്റർ, ഒരു 5 മീറ്റർ, ഒരു 7 മീറ്റർ ബാർ വേണം എന്ന് വിചാരിക്കാം. നമ്മൾ 7ഉം 5ഉം ഒരുമിച്ച് കട്ട് ചെയ്താൽ ഒരു 12 മീറ്റർ ബാർ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. 3 മീറ്ററിൽ നിന്ന് നമുക്ക് 12 മീറ്ററിന്റെ ബാറിൽ നിന്ന് 3ന്റെ 4 പീസ് കട്ട് ചെയ്യാൻ പറ്റും. സോ ഫുൾ യൂട്ടിലൈസേഷൻ, ഒട്ടും വേസ്റ്റ് ഇല്ല.
അതേസമയം ഞാനിപ്പോ 7 3 ആണ് മുറിക്കുന്നതെന്ന് വെച്ചാൽ ബാലൻസ് 2 മീറ്റർ എനിക്ക് അവിടെ വേസ്റ്റ് പോകും. പിന്നെ അത് റീയൂസ് ചെയ്യാനേ എനിക്ക് പറ്റത്തില്ല. 5 മീറ്റർ മാത്രം മുറിക്കുവാണെങ്കിൽ ഒരു ഫുൾ ലെങ്ത് 2 5 മീറ്റർ മുറിച്ചാൽ അവിടെയും 2 മീറ്റർ വേസ്റ്റാ. അപ്പൊ ഈ 2 കേസ് സിനാറിയോയില് ഏത് യൂസ് ചെയ്യണമെന്ന് നമ്മൾ മാനുവലി ഡിസൈഡ് ചെയ്യാൻ നിന്നാല് ചെറിയ പ്രോജക്ട്സിന് അതൊരു വലിയ വിഷയമല്ല. നമുക്ക് മാനുവലി ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ്, 1,00,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആ ബിൽഡിങ്സിനൊന്നും ഇത്രയും സമയം കളഞ്ഞ് ചെയ്യാനുള്ള നേരം ആർക്കും ഉണ്ടാവില്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ കട്ടിംഗ് വേസ്റ്റ്, അതായത് മുറിച്ചു പോകുന്ന ഭാഗങ്ങളിലെ വേസ്റ്റ് വരുന്നത്. ഈ കട്ട് ചെയ്ത ബാറുകൾ സ്ക്രാപ്പാ, അതിന് നമുക്ക് വാല്യൂ കുറവാണ്, റീയൂസ് ചെയ്യാനുള്ള ചാൻസുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് സ്ക്രാപ്പ് അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂവിനാണ് തിരിച്ച് റീസെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പർച്ചേസ് ചെയ്യുമ്പോൾ 95 രൂപ ഉണ്ടെങ്കിൽ വിൽക്കുമ്പോൾ നമുക്ക് അതിനൊരു 40 രൂപ ഹാഫ് വാല്യൂ റിഡക്ഷൻ വരും. അപ്പൊ അങ്ങനെയുള്ള കേസസ് അവോയ്ഡ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കട്ടിങ്ങിൽ ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കുന്നത്. സോ ഈ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബെൻഡിങ് ഷെഡ്യൂൾ ചെയ്തെടുക്കുന്ന ടേബിൾ എടുത്തിട്ട് അതിനകത്ത് റൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും, കട്ടിങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. സോ എങ്ങനെ കട്ട് ചെയ്താൽ മിനിമം വേസ്റ്റേജ് വരുമെന്ന് സോഫ്റ്റ്വെയർ ഒരു ടേബിൾ ഫോമിൽ തരും. അത് വെച്ചിട്ട് നമുക്ക് ഒരു മാനുഫാക്ചറിന് കൊടുത്താൽ കട്ട് ചെയ്ത ബാറുകൾ വാങ്ങിക്കാം, അതൊരു ഓപ്ഷൻ. ഇല്ലെങ്കിൽ സൈഡിൽ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡിൽ കട്ട് ചെയ്താൽ വേസ്റ്റേജിന്റെ പെർസെൻറ്റേജ് നമുക്ക് ഒരു 20-50% നിന്ന് നേരെ 5% വേസ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ഒപ്റ്റിമാക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഏതൊക്കെ ബാറുകളാണ് എക്സസ് ആയിട്ട് വേസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് അത് റീയൂസബിൾ ലെങ്ത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ബാറിന്റെ ഷേപ്പ് കോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റീയൂസബിൾ ആയിട്ടുള്ള ലെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് അവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒപ്റ്റിമാക്സിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മെയിൻ ക്ലാസ്സസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങളുടെ എക്സാംസ് കഴിയുമ്പോൾ തൊട്ടായിരിക്കും. എക്സാംസ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രക്ചർ ഡിസൈൻ ആയിരിക്കും. അതിന് ക്ലാസ്സസ് എടുക്കുന്നത് മിസ് ഡാനി ആയിരിക്കും. ഓക്കെ, പിന്നെ ബാക്കി സീനിയേഴ്സും ജോയിൻ ചെയ്യും അവർ ഫ്രീ ആവുന്നതനുസരിച്ച്. അപ്പോൾ താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്.